സർ നമസ്കാരം. നമസ്കാരം. സർ, ശശി തരൂരിന് പ്രധാന പദവി നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. അദ്ദേഹം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. കുറേ നാളുകളായിട്ട് ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും സംയമനം പാലിച്ചാണ് തിരിച്ചെത്തിയിട്ടുള്ള അദ്ദേഹം ശശി തരൂർ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യത്തിനും വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ തീരുമാനം, മോദിയുടെ ഈ പ്രത്യേക പദവി നൽകാനുള്ള തീരുമാനം, അത് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിന് ദോഷം ചെയ്യും? ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് മുതൽ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തുകൊണ്ട് കോൺഗ്രസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽ നൽകിയത്. പിന്നീട് തുടർച്ചയായി ശശി തരൂർ BJP-യിലേക്ക് പോകും എന്ന വാർത്തകൾ സജീവമാകുമ്പോഴും എത്രയോ വട്ടം അദ്ദേഹം അതിനെ വളരെ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിലാകെ BJP വിരുദ്ധതയുടെ പേരിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, എഴുതിത്തീർത്ത പുസ്തകങ്ങളിലാകെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള BJP വിരുദ്ധത അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധത, അതെല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തോളം എനിക്ക് BJP-യിൽ പോകാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ശശി തരൂർ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഒരു പുതിയ പദവി നൽകുന്നുവെന്ന്. ശശി തരൂരിന് പദവി നൽകാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷമായി. കോൺഗ്രസിനകത്ത് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, കോൺഗ്രസിനകത്ത് MP ആയി പ്രവർത്തിക്കുമ്പോൾ, സുനന്ദ പുഷ്കറുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമ്പോൾ, നിരവധിയായ വിഷയങ്ങളിൽ ശശി തരൂർ പ്രതിസ്ഥാനത്ത് പോകുമ്പോൾ, അവിടെയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ അനിവാര്യമായിരുന്നു എന്ന ഘട്ടത്തിലെല്ലാം ശശി തരൂർ BJP-യിലേക്ക്, ശശി തരൂർ BJP-യിലേക്ക് എന്ന വാർത്തകൾ തുടർച്ചയായി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആ ഒരു ഘട്ടത്തിലും ശശി തരൂർ BJP-യിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, BJP-യുടെ പ്രത്യയശാസ്ത്രത്തെ വളരെ ആധികാരികമായി, അക്കാഡമിക്കലായി എതിർക്കാൻ കാപ്പബിലിറ്റിയുള്ള കോൺഗ്രസിനകത്തൊരു ലീഡറാണ് അദ്ദേഹം എന്ന് നമ്മൾ എത്രയോ വട്ടം തെളിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പറയുന്ന ഒരു പുതിയ പദവി, സത്യത്തിൽ നമ്മളൊരു കഴിഞ്ഞ 3 മാസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്താണ്? ശശി തരൂറിന് ഐക്യരാഷ്ട്രസഭയിൽ വലിയൊരു പദവി നൽകും. ആ പദവി സ്വാഭാവികമായിട്ടും നൽകുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ MP സ്ഥാനം രാജിവെക്കും. ആ രാജിവെക്കുന്ന ഒഴിവിലേക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. അങ്ങനെ BJP-ക്ക് ഒരു MP കേരളത്തിൽ നിന്നുണ്ടാകും എന്നു തുടങ്ങി നിയന്ത്രണമില്ലാത്ത മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇത്തരം വാർത്തകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ശശി തരൂറിനെ വിദേശ സംഘത്തിൻ്റെ തലവനായി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട എത്രയോ വാർത്തകളുണ്ട്. അവിടെ ജയറാം രമേശിനെ പോലുള്ള ഒരാൾക്ക് മാധ്യമ സമ്മേളനത്തിൽ പറ്റിയൊരു നാക്പിഴയാണ് അല്ലെങ്കിൽ ഒരു വാക്പിഴയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സമിതിയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരികയാണ്. അത് പാർട്ടി നൽകുന്ന ലിസ്റ്റിനപ്പുറത്തേക്കുള്ള ഒരു ഘടകമാണ്. പാർട്ടിയോട് ലിസ്റ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം, പാർട്ടി ലിസ്റ്റ് നൽകിയിട്ടുണ്ടാകാം, നൽകിയ ലിസ്റ്റിൽ നിന്ന് ഗവൺമെന്റ് സ്വീകരിക്കാതെ പോയിട്ടുണ്ടാകാം, അതൊക്കെ വേറൊരു കാര്യം. പക്ഷെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് സംശയിക്കാൻ ഇട നൽകുന്ന ഒന്നുമില്ല എന്ന വാദത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതായത് പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂർ എന്ന പേര് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുറത്തു വന്നത്. അത് മനഃപൂർവ്വമായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന ചോദ്യം. അത് സത്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു? അല്ല, ശശി തരൂരിന്റെ പേര് സത്യത്തിൽ പാർട്ടി നൽകേണ്ടതില്ല. അദ്ദേഹം ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനാണല്ലോ. അപ്പൊ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി ദ മെമ്പർ, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുന്നത്, ആ ടീമിന്റെ നായകൻ എന്ന രീതിയിൽ അദ്ദേഹം വരികയാണ്. ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ പേരാണ് സത്യത്തിൽ പാർട്ടി നൽകേണ്ടത്. അത് പാർട്ടി നൽകിയിട്ടുണ്ട്. പക്ഷെ ആ നൽകിയ ലിസ്റ്റിൽ നിന്ന് പാർട്ടി നൽകിയ മുഴുവൻ ആളുകളെയും സ്വീകരിക്കാതിരുന്നതാണ് BJP-യുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ BJP-യുടെ രാഷ്ട്രീയത്തിൽ ശശി തരൂർ കൊത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ അദ്ദേഹം പോയി, അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സംസാരിച്ചു. എത്ര അംഗങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. പക്ഷേ ലോക മാധ്യമങ്ങൾ ആകെ ആഘോഷിച്ചത് ശശി തരൂരിനെയാണ്.
അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ കൊണ്ട് തന്നെയല്ല അദ്ദേഹം സംസാരിക്കുന്നത്, പിന്നെ അദ്ദേഹം ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. ആ. ഇതൊരു നയതന്ത്ര പ്രതിനിധി സംഘമാണല്ലോ. അതെ. അപ്പൊ മറ്റൊരു രാജ്യത്തെ പ്രതിനിധികളോട് നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി പറയാനായിട്ട് അതെ. അദ്ദേഹത്തിന് കഴിയുന്നത് കൊണ്ടാണല്ലോ ഒരുപക്ഷെ BJP ആയാലും അദ്ദേഹത്തെ വേണമെന്ന്. സത്യത്തിൽ BJPക്ക് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ടാക്ടീസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷെ കോൺഗ്രസ് എന്താ ചിന്തിക്കേണ്ടത്? ഒരു ക്യാബിനറ്റ് അകത്തെ മന്ത്രിമാരെക്കാളും അല്ലെങ്കിൽ BJPയുടെ കോർ കമ്മിറ്റിക്കകത്തെ മെമ്പേഴ്സിനെക്കാളും അതിശക്തമായിട്ട് അന്താരാഷ്ട്ര മേഖലയിൽ ഈ രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംഭാവന ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന രീതിയിൽ കോൺഗ്രസ് അഭിമാനത്തോടു കൂടിയാണ് അത് ഏറ്റെടുക്കേണ്ടത്. കോൺഗ്രസ് അങ്ങനെ ഏറ്റെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾ ഇതിനകത്തൊരു ബോധപൂർവമായിട്ടുള്ള കുത്തിത്തിരിപ്പ് തുടർച്ചയായിട്ടുണ്ടാക്കി. ഇപ്പൊ രാഹുൽ ഗാന്ധി, അദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവ്. ശശി തരൂർ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധി നെഗറ്റീവായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ശ്രീ KC വേണുഗോപാൽ ഒരു ഘട്ടത്തിലും ശശി തരൂരിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ വാർത്താ സമ്മേളനത്തിൽ ജയറാം രമേശ് നടത്തിയ ഒരു പ്രസ്താവന ഒഴികെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം ഇപ്പോഴത്തെ നമ്മുടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെജി ഉൾപ്പെടെയുള്ള ആരും തന്നെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു നയതന്ത്രജ്ഞനെ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അത്തരത്തിലുള്ള വാർത്തകളല്ലേ വരുന്നത്? അതായത് എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു അംശമില്ലാതെ ഇത്തരത്തിൽ വാർത്തകൾ വരുമോ? അല്ല, ശശി തരൂരിനെതിരെ നടപടി വരും എന്നുള്ള രീതിയിൽ അതാണ് ഞാൻ പറയുന്നത്. ശശി തരൂരിനെതിരെ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. കോൺഗ്രസിനെ ദുർബലമാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്കുണ്ട്. ആ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയെ ഒരു പരിധിവരെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളും കൈയാളുന്നു എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസും ശശി തരൂരും രണ്ട് തട്ടിലല്ല എന്ന അഭിപ്രായമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ആ അഭിപ്രായത്തിൽ തന്നെയാണ് ശശി തരൂർ ഉള്ളത്. ആ അഭിപ്രായത്തെ സ്വാഭാവികമായും ഏറ്റുപറയുന്നവരാണ് കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷം നേതാക്കന്മാരും. പിന്നെ സ്വാഭാവികമായും ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരമ്പര്യം നന്നേ കുറവാണ്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഒരു നയതന്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു. ആ ഫ്രീഡം ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് ആണ്, അതായത് വിഷയാധിഷ്ഠിതമായിട്ടുള്ളതാണ്. ആ വിഷയാധിഷ്ഠിതം എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയം, രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം, അതിനകത്ത് അദ്ദേഹം ഒരു കാർക്കശ്യം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് BJP അനുകൂലമായിട്ടുള്ള നിലപാടല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അത്തരത്തിലല്ലല്ലോ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ തന്നെ പടയൊരുക്കം എന്നുള്ളതാണല്ലോ പുറത്തു വരുന്ന വാർത്തകൾ. അതൊക്കെ വാർത്തകൾ മാത്രമാണ്. ഒരു പടയൊരുക്കവും കോൺഗ്രസിനകത്ത് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അപ്പൊ അത്തരത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം രാജിവെക്കുന്ന ഒരു MP സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം അസംഷനാണ്, ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ശശി തരൂർ രാജിവെച്ചിട്ടില്ല, ശശി തരൂർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല, ഇന്ദിരാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാരുടെ ലെഗസിയെ അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മറുഭാഗത്ത് തുടർച്ചയായി, അതാണ് ഞാൻ പറഞ്ഞത്, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ ഫോർത്ത് എസ്റ്റേറ്റിന്റെ സംസ്കാരം ഇന്ത്യയിലും കേരളത്തിലും തുടർച്ചയായി സംഭവിക്കുന്നതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൽ പോലുള്ളത്. ഇപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത്തരത്തിലൊരു സുപ്രധാന പദവി അദ്ദേഹത്തിന് നൽകുകയാണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ സ്റ്റാൻഡ്? അല്ല, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയേണ്ട ആൾ ഞാനല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു പദവി ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട പദവിയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പദവിയും രണ്ടാണ്. നാളെ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടി ഭാരവാഹിയായിട്ട് ശശി തരൂർ പോകുന്നു, അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ ക്യാബിനറ്റിനകത്ത് അദ്ദേഹം ഒരു മന്ത്രിയായി പോകുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. പക്ഷേ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ ഏതെങ്കിലും ഒരു പദവി സ്വീകരിക്കുന്നു എന്ന് വെച്ചോളൂ, അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് അതിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ നപുംസകത്വം
ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്.